ബട്ട് ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സച്ച് എ പ്രൊഡക്റ്റീവ് സെഷൻ, അത് പറയാതിരിക്കാൻ വയ്യ. അത് സാറിന്റെ മെയിൻ റോൾ, നമ്മുടെ ആക്ടിവിറ്റീസ്, നമ്മൾ ഇൻവോൾവ് ആയ എല്ലാ ആക്ടിവിറ്റീസും നമുക്ക് അത്രത്തോളം ബെനിഫിഷ്യൽ ആണ്. അറ്റ് ദ എൻഡ് ഇറ്റ് എയിംസ് ടു എ പോയിന്റ്, നമുക്ക് വേണ്ട പോയിന്റ് കറക്റ്റ് ആയിട്ട് സാർ ഡെലിവർ ചെയ്തു. അതുകൊണ്ട് എല്ലാം കൊണ്ട് നമുക്ക് ഭയങ്കര എമിനന്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റിന് കിട്ടിയതിനും താങ്ക് യു പറയുന്നു. സച്ച് ആൻ എഫക്റ്റീവ് പ്രൊഡക്റ്റീവ് ക്ലാസ് സെഷൻ. താങ്ക് യു സർ. താങ്ക് യു. മാറ്റങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. JCI ഇന്ത്യയുടെ ട്രെയിനർമാരെ വാർത്തെടുക്കുന്ന 3-4 ദിവസം നീണ്ടു നിൽക്കുന്ന പല പരിശീലന പരിപാടികളിലും മുഖ്യ പരിശീലകനായും സഹപരിശീലകനായും ഇദ്ദേഹം തിളങ്ങിയിട്ടുണ്ട്. ഇന്ത്യയിലുള്ള 40,000 അധികം JCI ട്രെയിനീസിൽ നിന്നും 100 ടോപ്പ് ഐക്കോണിക്കൽ ട്രെയിനർമാരെ തിരഞ്ഞെടുക്കപ്പെട്ടതിലും ഈ വ്യക്തി ഉൾപ്പെടുന്നു. ഇൻസ്പിറേഷണൽ സ്റ്റോറി ബോക്സ് എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിച്ചാൽ ഇദ്ദേഹത്തിന്റെ നിരവധി പോസിറ്റീവായ വീഡിയോകൾ കാണാവുന്നതാണ്. തന്റെ സ്വതസിദ്ധമായ ശൈലിയിലൂടെ വേണ്ട കാര്യങ്ങൾ വേണ്ട പോലെ പറയുന്ന ഈ വ്യക്തി ഹെൽത്ത് ഇൻസ്പെക്ടർ ഡിപ്ലോമയും സുവോളജിയിൽ ബിരുദവും നാച്ചുറൽ സയൻസിൽ BEdും എഡ്യൂക്കേഷനിൽ MEdും നേടിയിട്ടുണ്ട്. വാട്ട് ഈസ് ആഫ്റ്റർ 10th and 12th, സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് ടു സക്സസ്, വിജയവീഥിയിലെ വിളക്കുമാടങ്ങൾ എന്നീ പോപ്പുലർ ആയ പുസ്തകങ്ങളുടെ രചയിതാവും കൂടിയാണ് ഇദ്ദേഹം. ഒന്നാം പ്രതി, പിന്നാലെ എന്നീ ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കുകയും ചെയ്തിട്ടുള്ള കേരളത്തിലെ പ്രമുഖ ട്രെയിനർമാരിൽ ഒരാളായ ഇദ്ദേഹം ഇന്ന് നമ്മളോടൊപ്പം ചിലവഴിക്കാൻ വന്നിട്ടുള്ള ശ്രീ സുധീർ മേനോനെ സാറിനെ നിറഞ്ഞ കൈയടികളോടെ നമുക്ക് സ്വാഗതം ചെയ്യാം. വാട്ട് ഈസ് ദ സ്ട്രെങ്ത് ഓഫ് ദ ടീം? ഈ ഒരു ടീമിന്റെ സ്ട്രെങ്ത് എന്താണെന്ന് ചോദ്യം. അതായത് ഈ ടീമിലെ ഏറ്റവും ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളുണ്ടെന്ന് വെക്കുക. ഓക്കെ, ആ ആളുടെ സ്ട്രെങ്ത് ആണോ അതോ ഏറ്റവും പാസീവ് ആയിട്ടുള്ള ഒരാളുണ്ടെന്ന് വെക്കുക. ആ ആളുടെ സ്ട്രെങ്ത് ആണോ ഈ ടീമിന്റെ സ്ട്രെങ്ത്, ഓർ എൽസ് ആസ് എ കളക്റ്റീവ് ആയിട്ട് നിങ്ങൾ എല്ലാവരുടെയും ആവറേജ് ആണോ ഒരു ടീമിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്? സപ്പോസ് നമ്മളൊരു കൊയറിൽ ഒരു വലിയ കൊയറിൽ ഒരു 10 കിലോ വെയിറ്റ് തൂക്കിയിട്ടുണ്ട് വെക്കുക. ചൈലിയുടെ മറ്റേ കയറുണ്ടല്ലേ, അതിൽ 10 കിലോ മാക്സിമം ആ കയറ് തൂക്കാൻ പറ്റും. ഇന്ന് ഞാൻ ഇനി എടുത്ത് പറയണ്ടല്ലോ, ഒരു അടിപൊളി ക്ലാസ് ആണ്. നമുക്ക് എല്ലാവരും ഒറ്റ സ്ഥലത്ത് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ക്ലാസ് ആയിരുന്നു ഇന്ന്. രാവിലെ മോർണിംഗ് തൊട്ട് ഇപ്പോൾ വരെ ഒരു മനുഷ്യനും ബോറടിച്ചിട്ടില്ലെന്ന് എനിക്ക് തന്നെ ഉറപ്പാണ്. അതുപോലെയാണ് നമുക്ക് സാർ കോർഡിനേറ്റ് ചെയ്തത്. ഓരോ ഗെയിംസ് വഴിയും എല്ലാത്തിനും ഓരോരോ മെസ്സേജ് വെച്ച് സാർ നമുക്ക് ഷെയർ ചെയ്യുന്നു. സാറിന് എക്സ്പീരിയൻസ് ചെയ്യുന്നു. പിന്നെ സാധാരണ നമ്മൾ ഞായറാഴ്ച ഇങ്ങനെ പ്രോഗ്രാം ഒക്കെ വെച്ച് കഴിഞ്ഞാൽ പിള്ളേർ വരുന്ന ഭയങ്കര കുറവാണ്. ഇപ്പൊ തന്നെ ഞങ്ങൾക്ക് ഒരു 190 പേര് വന്നു. അതിൽ നിന്ന് വന്നത് ആകെ 39 പേരാ. അപ്പം ചില ക്ലാസ്സുകൾ ഒന്ന് കൂടി കഴിഞ്ഞാൽ ആളുകൾ പറയും, ഓ അതില് കുറെ തിയറി ക്ലാസ്സാ, അതുകൊണ്ട് ഇനി വരണ്ട, ഇത് തന്നെ ഈ പ്രോഗ്രാം ഇനി ബാക്കിയുണ്ട്. അപ്പം ഈ ഒരു ക്ലാസ്സിന് ഫീഡ്ബാക്ക് ഇട്ട് എനിക്ക് ഉറപ്പാണ് ഇതുവരെ ആരെങ്കിലും കുറച്ച് പേരോടും കൂടെ പറയുമ്പം എന്തായാലും പറയും ഇതുപോലത്തെ ക്ലാസ് ആണെങ്കിൽ ഉറപ്പായിട്ടും ഇനി വരും എന്നുള്ളൊരു ഏർജ് കിട്ടും. അപ്പോൾ സാറിന് യാതൊരു താങ്ക് യു. ഗുഡ് ഈവനിങ്. സർ, ഇന്നത്തെ ശരിക്കും ഞങ്ങൾക്ക് ആർക്കും ക്ലാസ് ആയിട്ടൊന്നും തോന്നിയിട്ടില്ല. ഫുൾ ഗെയിംസും എല്ലാമായിരുന്നു. അഭിയ പറഞ്ഞ പോലെ തന്നെ സൺഡേ ആയതുകൊണ്ട് എല്ലാവർക്കും വരാൻ ഭയങ്കര മടിയായിരുന്നു. ശരിക്കും എഴുന്നേക്കാൻ തന്നെ മടിയായിരുന്നു എല്ലാവർക്കും. പിന്നെ ക്ലാസ് ആയതുകൊണ്ട് വന്നു. പിന്നെ വന്നപ്പോൾ തന്നെ ഫുൾ തിയറീസ് ഫെൽസർ പറഞ്ഞത് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണെന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും ഫുൾ തിയറി ആയിരിക്കും എന്ന് വിചാരിച്ച് വന്നാണ്. പക്ഷെ സ്റ്റാർട്ടിങ് തൊട്ട് ഫുൾ ഗെയിംസ് ആയിരുന്നു. പിന്നെ ഗെയിംസിൽ നിന്ന് തന്നെ പോയിന്റ് പറഞ്ഞുകൊണ്ട് തന്നെ അത്യാവശ്യം കാര്യങ്ങളെല്ലാം മനസ്സിലാവുകയും ചെയ്തു. സോ എല്ലാവരും എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു സോ മച്ച്. weight is only 10 kg. Okay. അങ്ങനെയാണെങ്കിൽ
നമ്മൾ ഷാർപ്പായ ഒരു ബ്ലേഡ് എടുത്തിട്ട് അതിൽ ഒരു ഇഴയോ 2 ഇഴയോ ഒന്ന് കട്ട് ചെയ്ത് വെക്കുക. പാടില്ല, പൊട്ടിപ്പോവും, ബ്രേക്ക് അല്ലെ? പൊട്ടിപ്പോ മാത്രമല്ല, ആ പൊട്ടിപ്പോയി വെക്കുക. അങ്ങനെയാണെങ്കിൽ ആ കയറിന്റെ സ്ട്രെങ്ത് നമ്മൾ ഇഴ അറുത്ത് കഴിഞ്ഞപ്പോൾ ആ സ്ട്രെങ്ത്, ആ കയറിന്റെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഉണ്ടായ സ്ട്രെങ്ത്. Good evening, all. First of all, a big thank you to you, sir. തുടക്കത്തിൽ തന്നെ പറയേണ്ടതുണ്ട്, നോട്ട് അറ്റ് ദ ലാസ്റ്റ്. അത് അറ്റ് ദ ഫസ്റ്റ് ടൈം അത് പറയണം. കാര്യം ആസ് എ സൺഡേ ഒരു ഭയങ്കര റിലക്റ്റൻസ് ആണ് നമുക്ക് ഇങ്ങോട്ട് വരാനായിട്ട്. കാരണം നമ്മൾ എന്നും വരുന്ന കോളേജാണ്, ഹോളിഡേയ്സ് നമ്മൾ ബാക്ക് ഹോം പോകാൻ ഉദ്ദേശിക്കുന്നതാണ്. പക്ഷെ ഇന്ന് മോർണിംഗ് സത്യം പറഞ്ഞാൽ ഇവിടെ എൻ്റർ ആയപ്പോൾ സത്യം പറഞ്ഞ തിയറി ആണെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ഫുൾ സ്ലൈഡ്സ് ആയിരിക്കും ഇന്നത്തെ ക്ലാസ്. അത് കമ്പാരിസൺ ഫീൽ